മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സർക്കാർ ജീവനക്കാർക്ക് അയച്ച DA സന്ദേശങ്ങളിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഹൈക്കോടതി. ജീവനക്കാരുടെ അവകാശങ്ങൾക്കൊപ്പം സർക്കാർ നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. ഭരണനിർവഹണം കൂടുതൽ സുതാര്യവും എളുപ്പവുമാക്കുന്നതിനാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത്. ഒരു ക്ഷേമരാഷ്ട്രത്തിൽ ഇത്തരം നടപടികൾ സ്വാഭാവികമാണെന്നും കോടതി നിരീക്ഷിച്ചു. സന്ദേശം അയക്കുന്നതിന്റെ പൂർണ്ണമായ ചുമതല IT മിഷനാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. IT മിഷനിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി സാങ്കേതിക വശങ്ങൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്നല്ല ഈ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്. IT മിഷന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴിയാണ് ആശയവിനിമയം നടന്നിട്ടുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കി. സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്നത് മെറ്റയുടെ വെരിഫൈഡ് ID ആണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന ടെൻഡർ ID IT മിഷന്റെ കീഴിലുള്ളതാണെന്നും കോടതിയിൽ ഉദ്യോഗസ്ഥർ ബോധിപ്പിച്ചു. കുറ്റകൃത്യങ്ങളും വ്യാജ സന്ദേശങ്ങളും ഒഴിവാക്കാനാണ് വെരിഫൈഡ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. സുരക്ഷിതമായ ആശയവിനിമയത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് വിശദീകരണത്തിൽ പറയുന്നു. സന്ദേശങ്ങൾ അയക്കുന്നത് മൂന്നാം കക്ഷിയല്ലെന്ന് കോടതി കണ്ടെത്തി. IT മിഷൻ നേരിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത് നടപടിക്രമങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുന്നു. സർക്കാർ തീരുമാനങ്ങൾ ഗുണഭോക്താക്കളെ നേരിട്ട് അറിയിക്കുന്നത് നല്ല ഭരണ നിർവഹണത്തിന്റെ ഭാഗമല്ലേ എന്ന് കോടതി ഹർജിക്കാരനോട് ആരാഞ്ഞു. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം അവർക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ്. ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും കോടതി സൂചിപ്പിച്ചു. ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി കേസ് വിധി പറയാനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിങ്കളാഴ്ച ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. വിധി പറയുന്നതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള താൽക്കാലിക വിലക്ക് തുടരും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വിധി പുറപ്പെടുവിക്കുക. DA സന്ദേശങ്ങൾക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് അയക്കുന്ന നന്ദി പ്രകടന സന്ദേശങ്ങളുടെ കാര്യത്തിലും തിങ്കളാഴ്ച കോടതി വ്യക്തത വരുത്തും. സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന ആരോപണം. എന്നാൽ ഇത് കോടതി വലിയ തോതിൽ മുഖവിലക്കെടുത്തില്ല. ഡിജിറ്റൽ യുഗത്തിൽ ഫയലുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഭരണനിർവഹണമെന്ന് കോടതിയുടെ നിരീക്ഷണങ്ങൾ അടിവരയിടുന്നു. ജനങ്ങളിലേക്കും ജീവനക്കാരിലേക്കും നേരിട്ടുള്ള ആശയവിനിമയം അനിവാര്യമാണ്. കോടതിയുടെ നിരീക്ഷണങ്ങൾ സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. IT മിഷന്റെ പ്രവർത്തനം നിയമവിധേയമാണെന്ന് തെളിയിക്കാൻ സർക്കാരിന് ഇതിലൂടെ സാധിച്ചു. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ സർക്കാർ ജീവനക്കാർക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. അവകാശങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ സന്ദേശം പോസിറ്റീവായ നീക്കമാണെന്ന് ഒരു വിഭാഗം കരുതുന്നു. IT മിഷന് നിരവധി സെൻഡർ ഐഡികൾ ഉണ്ടെന്നും ആവശ്യാനുസരണം അവ ഉപയോഗിക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ കോടതിയിൽ വിശദീകരിച്ചത് സാങ്കേതികമായ വ്യക്തത നൽകി. സന്ദേശങ്ങൾ അയക്കുന്നതിൽ നിയമപരമായ ലംഘനങ്ങൾ ഒന്നുമില്ലെന്ന പ്രാഥമിക നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ഇത് കേസിലെ അന്തിമ വിധിയെ സ്വാധീനിച്ചേക്കാം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ നേരത്തെ കൊമ്പ് കോർത്തിരുന്നു. കോടതിയുടെ അന്തിമ വിധി ഈ രാഷ്ട്രീയ പോരിനെയും അറുതി വരുത്തിയേക്കാം. സർക്കാർ ആശയവിനിമയ സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് തിങ്കളാഴ്ച പുറത്തുവരുന്ന വിധിയിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായേക്കാം. സാങ്കേതിക വിദ്യയെ ഭരണനിർവഹണത്തിനായി ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. തിങ്കളാഴ്ചത്തെ വിധിക്കായി ഉറ്റുനോക്കുകയാണ് കേരളം.